ബീഹാർ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും വീണ്ടും ചൂടുപിടിക്കുകയാണ്. നിതീഷ് കുമാർ വീണ്ടും മലക്കം പറയുമോ? സോണിയാഗാന്ധിയെ കാണാൻ സമയം തേടി നിതീഷ്. മോദിയുടെ ഭരണത്തിന് അവസാനമാകുകയാണോ? വരൂ, നമുക്ക് ബീഹാർ രാഷ്ട്രീയത്തിലും അതുവഴി ദേശീയ രാഷ്ട്രീയത്തിലും കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന സംഭവ വികാസങ്ങൾ വിശദമായി പരിശോധിക്കാം. ഭരണഘടനാ ശില്പി അംബേദ്കർക്കെതിരെയുള്ള അമിത്ഷായുടെ നിന്ദ്യമായ വാക്കുകളെ തുടർന്ന് NDAയിലെ ഘടകകക്ഷികളെല്ലാം വലിയ പ്രതിരോധത്തിലാണ്. അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ഭാഷനായി തീർന്നിരിക്കുകയാണ്. അതിനു പകരം ഭഗവാന്റെ പേര് വിളിച്ചാൽ സ്വർഗം ലഭിക്കുമെന്നുമാണ് നെറിയും മുറയുമില്ലാത്ത ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. NDAയിലെ പല ഘടകകക്ഷികളും പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകളെയാണ് ആശ്രയിക്കുന്നത്. ഇതിനെ തുടർന്ന് അടുത്ത കാലത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ കോളിളക്കം നടക്കുന്നത് ബീഹാറിലാണ്. 2025 അവസാനത്തോടെ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചില്ലെങ്കിലും അമിത്ഷായുടെ ഈ പരാമർശത്തിൽ വളരെ നീരസത്തിലാണ് നിതീഷ് കുമാർ. ഇതിൽ മഞ്ഞിരിക്കുന്നതിനായി NDAയുടെ ഘടകകക്ഷികളുടെ യോഗം ഡൽഹിയിൽ തിരക്കിട്ട് വിളിച്ചു. ഈ യോഗത്തിൽ JDU ഒഴിച്ചുള്ള പാർട്ടികളുടെ എല്ലാം പ്രധാന നേതാക്കളാണ് പങ്കെടുത്തത്. ചന്ദ്രബാബു നായിഡു, ചിരാഗ് പാസ്വാൻ, അനുപ്രിയ പട്ടേൽ, ജിതിൻ റാം മാഞ്ചി, ഉപേന്ദ്ര കുശ്വാഹ തുടങ്ങിയവരാണ് അവരവരുടെ പാർട്ടികളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. എന്നാൽ JDUവിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് നിതീഷ് കുമാർ അല്ല, മറിച്ച് കേന്ദ്രമന്ത്രി ലലൻ സിംഗ് ആയിരുന്നു. ലലൻ സിംഗ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അടുത്ത ആളാണ്. ഒരിക്കൽ JDUവിന്റെ പ്രസിഡന്റും ആയിരുന്നു അദ്ദേഹം. JDUവിന്റെ പ്രധാന നേതാക്കൾ ലലൻ സിംഗ്, വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സഞ്ജയ് ഝാ, ദേശീയ ജനറൽ സെക്രട്ടറി മനീഷ് വർമ്മ, ബീഹാർ സർക്കാരിൽ മന്ത്രിയായ സാബ ഖാൻ, MLC ആയ നീരജ് കുമാർ എന്നിവരാണ്. ഇതിൽ കേന്ദ്രമന്ത്രിമാരായ ലലൻ സിംഗും സഞ്ജയ് ഝായും ഗുജറാത്ത് ലോബിയുടെ അടുപ്പക്കാരാണ്. അമിത്ഷായുടെ വളരെ അടുത്ത ആളായിട്ടാണ് JDU വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സഞ്ജയ് ഝാ അറിയപ്പെടുന്നത്. മറ്റു 3 പേർ മനീഷ് വർമ്മയും സാബ ഖാനും നീരജ് കുമാറും നിതീഷ് കുമാറിന്റെ അടുത്ത ആളുകളാണ്. ഈ 3 പേരിൽ ഒരാളുമായി RJD ലീഡർ തേജസ്വി യാദവ് അർദ്ധരാത്രിയിൽ കൂടിക്കാഴ്ച നടത്തി എന്നാണ് കേൾക്കുന്നത്. ഈ കൂടിക്കാഴ്ച നടന്നത് നിതീഷ് കുമാറിന്റെ അറിവോടുകൂടിയുമാണത്രേ. 243 സീറ്റുകളുള്ള ബീഹാർ അസംബ്ലിയിൽ നിലവിൽ ഇന്ത്യ മുന്നണിക്ക് 112 MLAമാരാണ് ഉള്ളത്. ഭൂരിപക്ഷത്തിന് വെറും 10 പേരുടെ കുറവ് മാത്രം. ഡൽഹിയിൽ NDAയുടെ യോഗം വിളിച്ചപ്പോൾ നിതീഷ് കുമാർ ഒറ്റയ്ക്ക് ബീഹാറിൽ പ്രഗതി യാത്രയുമായി ഇറങ്ങി. ബീഹാറിലെ 6 ജില്ലകളിൽ കൂടി സഞ്ചരിച്ച് ജനങ്ങളുമായി സംസാരിക്കുന്നതിനാണ് ഈ യാത്രയുമായി ഇറങ്ങിയത്. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അംബേദ്കർക്ക് പ്രണാമം അർപ്പിച്ചാണ് നിതീഷ് കുമാറിന്റെ യാത്ര. അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പ്രസ്താവനയെ തുടർന്ന് ബീഹാറിലെ പിന്നോക്ക വിഭാഗങ്ങളിൽ BJPക്കെതിരെ വികാരമുണ്ടായിട്ടുണ്ടോ, JDUവിനോടുള്ള പ്രതികരണം എങ്ങനെയാണ് എന്നൊക്കെ അറിയാനാണ് ഈ യാത്രയുമായി നിതീഷ് കുമാർ ഇറങ്ങിയിരിക്കുന്നത്. അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ നിതീഷ് കുമാർ ഇതുവരെയും പരസ്യമായി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അമിത്ഷായുടെ വാക്കുകളോടുള്ള വിയോജിപ്പ് പറയാതെ പറയുകയാണ് നിതീഷ് കുമാർ ഇതിലൂടെ. JDUവിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ബീഹാറിലെ പിന്നോക്ക വിഭാഗങ്ങളാണ്. മഹാരാഷ്ട്രയിലെ സംഭവങ്ങൾ നിതീഷ് കുമാറിന്റെ മനസ്സിലുണ്ട്. അവിടെ ശിവസേനയെ പിളർത്തി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ രൂപീകരിച്ചു. പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ BJP ഷിൻഡെയെ ഒതുക്കി മുഖ്യമന്ത്രി സ്ഥാനം കൈക്കലാക്കിയെന്ന് മാത്രമല്ല, ഷിൻഡെ ആവശ്യപ്പെട്ട ആഭ്യന്തരമന്ത്രി സ്ഥാനം പോലും നൽകാൻ തയ്യാറായില്ല. അതേ മാതൃക ബീഹാറിലും നടപ്പിലാക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്ന് നിതീഷിന് മനസ്സിലായി. നിലവിൽ ബീഹാറിൽ നിതീഷ് കുമാറിന് 45 MLAമാരും BJPക്ക് 80 MLAമാരും ആണ് ഉള്ളത്. 2025 തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ MLAമാരുള്ള കക്ഷിയിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി എന്നാണ് BJPയുടെ നിലപാട്. ഇനി അതിന് എന്തെങ്കിലും കുറവ് വന്നാൽ നിതീഷ് കുമാറിന്റെ പാർട്ടിയെ ലലൻ സിംഗിനെ ഉപയോഗിച്ച് പിളർത്തി അവരുടെ പിന്തുണയോടെ നിതീഷ് കുമാറിനെ അവഗണിച്ച് സർക്കാരുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് BJP. അങ്ങനെ JDUവിൽ ഭിന്നിപ്പുണ്ടായാൽ ഒരു വിഭാഗത്തെ കൂടെ നിർത്തുക. ഏതാനും ദിവസം മുൻപ് BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ പറഞ്ഞത് ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുമെന്നാണ്. പിന്നീട് അദ്ദേഹം മലക്കം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് ഇതിന്റെ അന്തിമ തീരുമാനം പാർലമെന്ററി ബോർഡ്, കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് എടുക്കുമെന്നാണ്. അങ്ങനെ BJP തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടുമെന്നോ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ
വീണ്ടും മുഖ്യമന്ത്രിയാക്കുമെന്നോ? BJPയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നിതീഷ് കുമാറിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പോൾ പ്ലാൻ ബിയുമായി ഇറങ്ങിയിരിക്കുന്നത്. പ്ലാൻ ബി എന്താണെന്ന് വെച്ചാൽ വീണ്ടും മലക്കം മറിഞ്ഞ് ഇന്ത്യ മുന്നണിയുടെ കൂടെ കൂടി തെരഞ്ഞെടുപ്പ് നേരിടുക എന്നുള്ളതാണ്. ബീഹാർ രാഷ്ട്രീയം വീണ്ടും വലിയ തോതിൽ ചൂടുപിടിക്കുകയാണെന്നും കാര്യങ്ങൾ കലങ്ങി മറിയുകയാണെന്നും RJDയും വെളിപ്പെടുത്തി. RJDയുടെ മുതിർന്ന നേതാവും ലാലുവിന്റെയും തേജസ്വിയുടെയും അടുത്ത ആളുമായ MLA ഭായ് വീരേന്ദർ സിംഗ് പറഞ്ഞതാണ് ഇത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടുകൊള്ളൂ. राजनीति परिस्थितियों का खेल है। राजनीति में कोई परमानेंट ना दोस्त होता है ना परमानेंट कोई दुश्मन होता है। अगर वो उनके मन में ये बात चल रही है कि हम देशद्रोहियों के साथ गला मिल रहे हैं, अब उनको लग रहा है रात में जब सोते हैं तो उनका सपना आता है कि हम देशद्रोहियों के साथ मिले हुए हैं, हमको इनसे छुटकारा मिलना चाहिए, तो हम कहते हैं कि आ जाइए, आप समाजवादी पृष्ठभूमि के लोग हैं, समाजवादियों के साथ आकर गला मिलिए। രാഷ്ട്രീയം എന്നത് സാഹചര്യങ്ങളുടെ കളിയാണ്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. തങ്ങൾ ദേശദ്രോഹികളുടെ കൂട്ടത്തിലാണ് കൂടിയിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിൽ തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുമ്പോൾ അവർക്ക് സ്വപ്നത്തിൽ തോന്നുകയാണ് തങ്ങൾ ദേശദ്രോഹികളുടെ കൂടെയാണ് കൂടിയിരിക്കുന്നത്, അതിനാൽ ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം, അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ വേറെ എവിടെയാണ് പോകുക? തങ്ങൾ സോഷ്യലിസ്റ്റ് ആശയക്കാരാണ്. അപ്പോൾ സോഷ്യലിസ്റ്റ് ആശയക്കാരായ ആളുകളുടെ കൂടെയാണ് കൂടേണ്ടത്. പത്രക്കാരൻ തുടർന്ന് ചോദിക്കുകയാണ്, अगर नीतीश जी एनडीए छोड़ के आ जाते हैं इंडिया में तो मुख्यमंत्री को उम्मीदवार कौन होगा? JDU ഇന്ത്യ മുന്നണിയിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ആർക്കായിരിക്കുമെന്ന് ये तो हमारे शीर्ष नेतृत्व तय करेगा। कल तक काफी लोग कहते थे कि नीतीश जी के लिए अब दरवाजा चारों तरफ बंद हो चुका है, आज फिर खोलने का तैयार है। कोई दरवाजा बंद करने की चर्चा नहीं किया था। और नीतीश कुमार, मैंने पहले ही कहा कि राजनीतिक परिस्थितियों का खेल है। राजनीति में कोई परमानेंट न दोस्त होता है न परमानेंट कोई दुश्मन होता है। यही नीतीश जी कल कहा करते थे, बीजेपी का मतलब बड़का झूठा पार्टी, बड़का झूठा पार्टी इन्होंने ही कहा था। आज उनके साथ है, कल मेरे साथ भी रहे हैं, फिर कल हो आने वाले समय में मेरे साथ। അത് ഞങ്ങളുടെ മുതിർന്ന നേതൃത്വം തീരുമാനിക്കും. നിതീഷിന് എതിരെ 4 വശത്തു നിന്നും വാതിൽ അടച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇല്ല, ഞങ്ങൾ ആർക്ക് നേരെയും വാതിൽ കൊട്ടിയടച്ചിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാഹചര്യങ്ങളുടെ കളിയാണ് രാഷ്ട്രീയം. അവിടെ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. നിതീഷ് കുമാർ മുൻപ് പറഞ്ഞിട്ടുള്ളത് BJPയുടെ അർത്ഥം ബർക്ക ജൂട്ട പാർട്ടി, അതായത് ഏറ്റവും വലിയ ജുംല പാർട്ടി ആണെന്നാണ്. ഇപ്പോൾ അവരുടെ കൂടെയാണ്. ഇന്നലെ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന് വരും നാളുകളിൽ അറിയാം. നിതീഷ് കുമാർ യാത്ര ഇടയ്ക്ക് നിർത്തിവെച്ച് ഡൽഹിയിലേക്ക് അടിയന്തരമായി പോയിരിക്കുകയാണ്. ഇപ്പോൾ കേൾക്കുന്നത് കോൺഗ്രസിന്റെ കൂട്ടത്തിൽ കൂടാനാണ് നിതീഷ് കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നാണ്. കാരണം പിന്നോക്ക വിഭാഗങ്ങളും മുസ്ലിങ്ങളും കോൺഗ്രസിലേക്ക് വലിയ തോതിൽ അടുത്തുകൊണ്ടിരിക്കുകയാണത്രേ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ബീഹാറിൽ 5 സീറ്റുകൾ ലഭിച്ചപ്പോൾ RJDക്ക് വെറും 4 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. RJDയുടെയും നിതീഷ് കുമാറിന്റെയും BJPയുടെയും പിന്തുണ ബീഹാറിൽ കുത്തനെ ഇടിയുകയും കോൺഗ്രസിന്റെ പിന്തുണ വലിയ തോതിൽ വർദ്ധിക്കുകയുമാണ് എന്നാണ് വാർത്തകൾ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി കേൾക്കുന്ന വാർത്ത, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധിയെ സന്ദർശിക്കാൻ നിതീഷ് കുമാർ സമയം ചോദിച്ചിരിക്കുകയാണ് എന്നാണ്. അങ്ങനെ ബീഹാറിലെ രാഷ്ട്രീയം 180 ഡിഗ്രി തിരിയുകയാണ്. എന്തും സംഭവിക്കാവുന്ന നിലയിലാണ്. പക്ഷേ കാര്യങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടക്കാൻ എളുപ്പമല്ല. കാരണം നിതീഷിനറിയാം BJPക്ക് വിജയിക്കാൻ ജനങ്ങളുടെ വോട്ട് ആവശ്യമില്ല എന്ന്. അതിനാൽ അവസാന നിമിഷം BJPയുടെ കൂടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാൻ നിതീഷ് കുമാർ തീരുമാനിച്ചാലും അത്ഭുതപ്പെടാനില്ല. വരും നാളുകളിൽ ചിത്രം കൂടുതൽ വ്യക്തമാവും.